ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറുസുലിഹി ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദൻ വഅദബ്നാഹാ അദാബൻ നുക്റാ. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖ് 65-ാം അധ്യായത്തിലെ ഒരായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് വകഅയ്യിൻ മിൻ ഖറിയത്തിൻ അതത് അൻ അംരി റബ്ബിഹാ വറുസുലി. എത്ര ഗോത്രങ്ങളാണ് ദൈവികമായ കൽപ്പനകൾ നിരാകരിക്കുകയും അവരുടെ സൃഷ്ടാവിന്റെയും പ്രവാചകന്മാരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്തത്. ഫഹാസബ്നാഹാ ഹിസാബൻ ശദീദ. അവരെ നമ്മൾ അതികഠിനമായ ഒരു കർക്കശമായ രൂപത്തിലുള്ള കണക്കെടുപ്പ് അവരുടെ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ചു. വഅദബ്നാഹാ അദാബൻ നുക്റാ. എന്നിട്ട് ഹീനമായ രൂപത്തിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. അടുത്ത ആയത്ത് ഫദാഖത് വബാല അംരിഹാ വകാന ആഖിബത്തു അംരിഹാ ഖുസ്റാ. അങ്ങനെ അവർ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ ഫദാഖത് വബാല അംരിഹാ, അവരവരുടെ കാര്യങ്ങൾ, അവരെടുത്ത നിലപാടിന്റെ ദുരവസ്ഥയെ അവരനുഭവിച്ചു, ആസ്വദിച്ചു. അതിന്റെ പര്യവസാനം നഷ്ടം തന്നെയാകുന്നു എന്നാണ്. ലോക ചരിത്രത്തിൽ ഒരുപാട് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സമുദായങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ശിക്ഷിക്കപ്പെട്ടവരും നശിപ്പിക്കപ്പെട്ടവരും അനുഭവിച്ചിട്ടുള്ള, അവരത് അനുഭവിക്കുവാൻ കാരണമായിട്ടുള്ള ഒട്ടനവധി കാരണങ്ങൾ. ഒരു സമൂഹത്തിന്റെ നാശം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചുള്ള നാശം ഈ സമൂഹത്തിന് വരില്ല. പിന്നെ ഈ സമൂഹത്തിന് വരാനുള്ളത് ചെറിയ ചെറിയ ശിക്ഷകളായിരിക്കുമെന്ന്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ഒന്നിച്ച് നശിപ്പിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തതാണ്. സ്വാഭാവികമായും ഈ ഉമ്മത്ത് ഒന്നിച്ച് നശിപ്പിക്കപ്പെടില്ല. മറിച്ച് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷകൾക്ക് പുറമെ ചെറിയ ചെറിയ ശിക്ഷകൾ ആസ്വദിപ്പിക്കും എന്ന് ഖുർആനിന്റെ വാചകവുമാണ്. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. ഇബ്നു മാജ റഹ്മഹുള്ളയും പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസ്. ആ ഹദീസില് 5 കാര്യങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. ആ 5 കാര്യങ്ങൾ ഒരു സമുദായത്തിന്റെ നാശത്തിന് വേണ്ടി ഒരു സമൂഹം പരീക്ഷിക്കപ്പെട്ടേക്കാം ആ കാരണങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇസ്ലാമികമായ സാങ്കേതിക പദങ്ങൾ, ഇപ്പോൾ ഒരു വഖഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം. അതിനെ വളരെ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യത്തെ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വരെ ആസൂത്രിതമായ പരിശ്രമങ്ങൾ ചെയ്യുകയും അതിനെതിരെ ഒന്നും മിണ്ടാനൊന്നും പലർക്കും കഴിയണില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അള്ളാന്റെ ദീനിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയ 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഹദീസിലുള്ളത് ഇങ്ങനെയാണ്: അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് ഞങ്ങളുടെ അരികിലേക്ക് ഒരിക്കൽ വരികയാണ്. എന്നിട്ട് വന്നിട്ട് ഫഖാല യാ മഅ്ശറൽ മുഹാജിരീൻ, ഏ മുഹാജിറുകളെ, ഖംസു ഹിസാലിൻ ഇദ തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നത് ഞാൻ ഭയപ്പെടുകയാണ്. നിങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം. നിങ്ങൾ അള്ളാഹുവിനോട് ആ കാര്യങ്ങൾ വരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ രക്ഷ ചോദിക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ലം തദ്ഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തുൻ ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിം الطاعون والأوجاع التي لم تكن مضت في أسلافهم الذين مضوا. ഒന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫാഹിഷത്തായ മ്ലേച്ഛതയാണ്, തെറ്റാണ് എന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാവുന്നതായ ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, തെറ്റാണ്, മോശമാണ്, ചെയ്തത് ശരിയായില്ല, എന്താണിത് എന്ന് പറഞ്ഞാൽ നാണിച്ച് തല താഴ്ത്താൻ സാധ്യതയുള്ള ഏതു പ്രവർത്തനവും അത് പരസ്യമായി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു സമൂഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായാൽ, അവിടെ അവര് അനുഭവിക്കാത്ത, നാളിതുവരെ കേൾക്കാത്ത അസുഖങ്ങൾ കൊണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും അവർ പരീക്ഷിക്കപ്പെടും ആ സമൂഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ തെറ്റായ ഒരു കാര്യം വ്യഭിചാരമാകാം, വൃത്തികേടുകളാവാം, കൊള്ളയാവാം, കള്ളക്കടത്താവാം, എന്തും ആവാം. ഇസ്ലാമികമായോ മാനുഷികമായോ തെറ്റെന്ന് മനുഷ്യർ ഒന്നിച്ചു വിളിച്ചു പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെ പരസ്യമായി ചെയ്യുകയും അത് പ്രവർത്തിക്കുവാൻ, നമ്മുടെ ബീച്ചുകളും നമ്മുടെ പാർക്കുകളും നമ്മുടെ നാട്ടിലെ പരിസരങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയൊക്കെ ആധുനിക കാലഘട്ടത്തിലെ അവസ്ഥയെ പുനഃപരിശോധനക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കളും ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സുകളിലേക്കെന്നും ട്യൂഷൻ ക്ലാസ് എന്നും അല്ലെങ്കിൽ പ്രാക്ടീസ് എന്നും പറഞ്ഞു പോയി ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്തു പോയി കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് പലപ്പോഴും എതിർക്കാൻ കഴിയാത്ത, അഥവാ ആരെങ്കിലും എതിർത്താൽ അവര് കുറ്റക്കാരാകുന്ന, അവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന പോലീസുകാരെ പോലും വെറുതെ വിടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് വരികയാണ്. അഥവാ തെമ്മാടിത്തം, തോന്നിവാസം, വൃത്തികേട് ഒരു സമൂഹം പരസ്യമാക്കി കഴിഞ്ഞാൽ ആ സമൂഹം അവർക്ക് പകർച്ചവ്യാധികൾ കൊണ്ടും മാറാവ്യാധികൾ കൊണ്ടും മാറാരോഗങ്ങൾ കൊണ്ടും അവരെ പരീക്ഷിക്കുമെന്നാണ് പ്രവാചകൽപ്പന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഊന വജൗരി സുൽത്താനി അലൈഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവർ അളവുകളിലും തൂക്കത്തിലും കുറവ് കാണിക്കുവാനും കൃത്രിമത്വം കാണിക്കുവാനും തുടങ്ങിയാൽ, അങ്ങോട്ട് അളന്നു കൊടുക്കുന്നതിലും അങ്ങോട്ട് തൂക്കി കൊടുക്കുന്നതിലും ഇങ്ങോട്ട് അളന്നു വാങ്ങുന്നതിലും കൃത്രിമത്വങ്ങള്, അളവിലും തൂക്കത്തിലും സാമ്പത്തികമായ ഇടപാടുകളിൽ കൃത്രിമത്വങ്ങൾ അവരിലേക്ക് വന്നാൽ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, അവര് വരൾച്ചയുടെ നാളുകൾ അവരെ കാത്തിരിക്കും. ശക്തമായ ചൂടുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ദിനങ്ങൾ അവർക്കുണ്ടാകും. വശിദ്ദത്തിൽ മുഊന, അവരുടെ നിത്യോപയോഗ വസ്തുക്കൾക്ക് വില കൂടുമെന്നുള്ളതാണ്. ഉപയോഗ വസ്തുക്കൾക്ക് കാഠിന്യം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ വസ്തുക്കൾക്ക്, ഭക്ഷ്യവസ്തുക്കളായി പോലും അവർ ഉപയോഗിക്കുന്നതിന് വില കൂടുന്ന സാഹചര്യം അവർക്ക് വരുമെന്നാണ്. വജൗരി സുൽത്താനി അലൈഹിം, അവരുടെ മേൽ അധികാരത്തിലുള്ള ആളുകൾ ആ സമൂഹത്തിനു മേൽ അതിക്രമം പ്രവർത്തിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്ന സാഹചര്യവും വരും. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അളവിലും തൂക്കത്തിലും സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ എന്ന് കൃത്രിമത്വം കാണിക്കുന്നുവോ, എന്ന് അളവിലും തൂക്കത്തിലും ശരിയായ രൂപത്തിലല്ലാതെ സഞ്ചരിക്കുന്നുവോ, അവിടെ നിങ്ങളുടെ അധികാരികൾ നിങ്ങൾക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യവും നിങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കളുടെ വിലക്കയറ്റവും അതല്ലെങ്കിൽ അതിലെ ബുദ്ധിമുട്ടും നിങ്ങൾ അതോടൊപ്പം വരൾച്ചയും അനുഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലം യംനഉ സകാത്ത് അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാ വലൗലൽ ബഹായിം ലം യുംതറൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സക്കാത്ത്, അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ ദാനം അവർ നൽകുന്നത് തടഞ്ഞാൽ ആകാശത്ത് ഉള്ള മഴ, കാർമേഘങ്ങൾ അവർക്കും തടയപ്പെടുമെന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ അവർക്ക് മഴ ലഭിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലം യൻഖുദു അഹ്ദല്ലാഹി വഅഹ്ദ റസൂലി ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം ഫഅഖദു ബഅദ മാ ഫീ ഐദീഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വലം
ലം യൻഖുദു അഹദല്ലാഹി വഅഹദ റസൂലി, അല്ലാഹുവിനോടും റസൂലിനോടുള്ള കരാർ അവർ പാലിക്കാതെ പോകുന്ന നിമിഷങ്ങൾ, ഇല്ലാ സല്ലല്ലാഹു അലൈഹി അദുവൻ മിൻ ഗൈരിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്നല്ല, മുസ്ലിം സമൂഹത്തിൽ നിന്നല്ലാത്ത പുറത്തു നിന്നുള്ള ഒരു വിഭാഗത്തിനെ അവരുടെ മേൽ അല്ലാഹു ആധിപത്യം കൊടുക്കുമെന്നാണ്. മുസ്ലിം സമൂഹത്തിന് നട്ടലിൽ നിവർന്നു നിന്ന് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുവഹിദുകളാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാണ്, ഞങ്ങള് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ആരുമില്ലാഞ്ഞിട്ടും ഉറക്കെ പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയാണ് സുരക്ഷിതത്വത്തിലേക്ക് നൽകിയതെങ്കിൽ അള്ളാഹിനോടുള്ള കരാർ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിലുള്ള ആ കരാറുമായി അത് ലംഘിക്കുന്ന സാഹചര്യം നമ്മളിൽ ഉണ്ടായാൽ അത്തരം സമയത്ത് ശത്രു, നമ്മുടെ കൂട്ടത്തിൽ നിന്നല്ലാത്തൊരു ശത്രുവിന് ഈ സമൂഹത്തിന് മേൽ ആധിപത്യം നൽകുമെന്ന്, നമ്മുടെ കൈകളിലുള്ളത് അവർ പിരിച്ചെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് വഖഫ് ഭൂമിയാവാം, അതല്ലാത്ത പള്ളിയാവാം, മദ്രസയാവാം, അനുബന്ധമായ നമ്മുടെ വീടാവാം, സൗകര്യങ്ങളാവാം, ഇതെല്ലാം പിടിക്കപ്പെടുന്ന ശത്രുവിന് നമ്മുടെ മേൽ ആധിപത്യം നൽകുന്ന വഖഫ് ഭൂമിയിൽ പോലും വഖഫാക്ക് കൊടുക്കപ്പെട്ട ഭൂമിയിൽ പോലും ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നവർക്ക് അവർക്ക് ആധിപത്യം കാണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ പ്രവാചകന്റെ ഈ കൽപ്പനയെ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള കരാറ്, ആ കരാറ് നിങ്ങള് എന്ന് ലംഘിക്കുന്നുവോ, നിങ്ങളിൽ നിന്നല്ലാത്ത ശത്രുവിന് നിങ്ങളുടെ മേൽ ആധിപത്യം നൽകും, നിങ്ങളുടെ കൈകളിൽ അവർ പിടിച്ചെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അഞ്ചാമത്തെ ഒരു കൽപ്പന കൂടിയുണ്ട്. മാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹ്, അവരുടെ കൂട്ടത്തിലെ ഇമാമുമാർ, ഉസ്താദുമാർ, ഖതീബുമാർ, പ്രഭാഷകന്മാർ അള്ളാന്റെ കിതാബ് അനുസരിച്ചുകൊണ്ട് വിധിക്കാൻ അവർ തയ്യാറാവാത്ത ഒരു ഘട്ടം ഉണ്ടാകുമ്പോ വയതഖയ്യറു ഫീമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയ പ്രവാചക ചര്യയുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഇറക്കിത്തന്ന വിഷയത്തിൽ സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിങ്ങനെ ശരിയാകൂലേ എന്ന സംശയമുണ്ടാകുന്ന ഒരു ഘട്ടം അവരിൽ വന്നാൽ ഇല്ല ജഅലല്ലാഹു ബഅസഹും ബൈനഹും ശദീദ്, അവർക്കിടയിൽ അള്ളാഹു ഭിന്നതയുണ്ടാക്കും, മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നതയുണ്ടാക്കുമെന്ന്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇന്നതാണ്, ഇന്ന വിഷയത്തിൽ, അത് വിവാഹത്തിന്റെ വിഷയത്തിലാവാം, വിവാഹവുമായി ബന്ധപ്പെട്ട് അപ്പോഴും ഇപ്പോഴും നടക്കുന്ന കാര്യത്തിലാവാം, ബർത്ത്ഡേകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവാം, ആരാധനകളുടെ വിഷയത്തിലാവാം, സംസ്കാരവുമായി ബന്ധപ്പെട്ടാവാം, വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ടാവാം. മുസ്ലിം ഉമ്മത്തിൽ ഒരു പ്രയാസം, ഒരു വിഷയം വരുമ്പോ ഇതാണ് ഖുർആനിന് പറയാനുള്ളത്, ഇതാണ് പ്രവാചക ചര്യക്ക് പറയാനുള്ളത് എന്നത് പറയുകയും അത് വിളിച്ചു പറയാൻ അവരുടെ ഉമ്മത്തും അവരുടെ ഖത്തീബുമാരും പ്രഭാഷകന്മാരും അവരുടെ ഇമാമുമാരും തയ്യാറാവാത്ത ഒരു ഘട്ടം വരുമ്പോ, പണ്ഡിതന്മാരും വരുമ്പോ, സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ, സമൂഹത്തിനിടയിൽ ഭിന്നതയുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള സുന്ദരമായ ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം താക്കീത് നൽകി പ്രവചിച്ചു പോയിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പറ്റി നമ്മൾ ഓരോരുത്തരും ഇന്നിന്റെ സമൂഹത്തിൽ ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 5 കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ശ്രമിക്കുക. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا رب.